സ്ഫോടനം നടന്ന സ്ഥലം UDYF നേതാക്കൾ സന്ദർശിച്ചു. സ്ഥലത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിൽ നിന്ന് സംഘത്തെ പോലീസ് തടഞ്ഞു. RSS BJP നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. അർജുൻ കല്യാണ് വിശദാംശങ്ങളുമായി. അർജുൻ, UDYF നേതാക്കൾ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എന്താണ്? നികേഷ്, UDYFിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള PK ഫിറോസുമാണ് സ്ഫോടനം നടന്ന സംഭവസ്ഥലം സന്ദർശിച്ചത്. ഈ സംഭവസ്ഥലം സന്ദർശിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ഇവരെ തടയുകയും അതിനകത്തുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന പ്രതികരണമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. പോലീസ് ഈ സംഭവങ്ങളിലെല്ലാം തന്നെ ഒരു ഒളിച്ചുകളി നടത്തുകയാണ്. കൃത്യമായ രീതിയിൽ ബോംബ് നിർമ്മാണം നടത്തി അതിൻ്റെ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളെയോ അല്ലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽപ്പെട്ട നേതാക്കളെയോ മാധ്യമ പ്രവർത്തകരെയോ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. ഇത് ഒരു അടച്ചിട്ട രീതിയിൽ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നുള്ള ആരോപണമാണ് ഈ UDYFിൻ്റെ നേതാക്കൾ നടത്തുന്നത്. സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയായിരുന്നു MM ഹസൻ, KPCC ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആ ആവശ്യം തന്നെ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള NIA ഉൾപ്പെടെയുള്ള വിദഗ്ധരായിട്ടുള്ള സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഈ കേസിൻ്റെ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതിന് പുറമെ തന്നെ ഈ കേസിൽ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുമുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ ലഭ്യമാവുന്നില്ല. ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്നുള്ള ആവശ്യം കൂടി ഈ UDYF നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട വടകരയിൽ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായി ഈ സ്ഫോടനം, പാനൂരിലെ ബോംബ് സ്ഫോടനം ഉപയോഗിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇത് തുടർ ചർച്ചകൾ അല്ലെങ്കിൽ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അവർ സദനം സന്ദർശിക്കുന്നു, മാധ്യമങ്ങളെ കാണുന്നു, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ ഇതിനകത്ത് ഒരു തുടർ പ്രതികരണങ്ങളും തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ വിഷയം കൃത്യമായ രീതിയിൽ ചർച്ചയാക്കുക എന്നുള്ളത് തന്നെയാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് UDYF നേതാക്കൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കേസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. മുഴുവനായും പോലീസ് ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുകയാണ്. ഭരണകക്ഷിക്ക് വേണ്ടിയും അതുപോലെ തന്നെ CPMന് വേണ്ടിയും കൃത്യമായ രീതിയിലുള്ള ഒരു സഹായം പോലീസിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നു എന്നുള്ള ആരോപണം കൂടി UDYF നേതാക്കൾ ഉന്നയിക്കുന്നു. നികേഷ്.